നമസ്തേ, ധന്യാണ് കേട്ടോ. നമ്മുടെ നാട്ടില് നാരങ്ങയുടെ കുറെ വെറൈറ്റീസ് നമുക്ക് കിട്ടാറുണ്ട്. അതിൽ സ്വീറ്റ് ആയിട്ടുള്ള വേർഷൻസും ഉണ്ട്, കുറച്ച് കയ്പും പുളിപ്പും അധികമായിട്ടുള്ള വേർഷൻസും ഉണ്ട്. പൊതുവെ നമ്മൾ നാരങ്ങയുടെ ഓറഞ്ചിന്റെ മധുരമുള്ള വേർഷൻസിലേക്കാണ് പോവാറ്. പക്ഷെ എൻ്റെ കുറച്ച് ഓർമ്മകൾ ഇപ്പൊ ഈ അടുത്തൊന്നും ആരും അങ്ങനെ ഉണ്ടാക്കിയൊന്നും കണ്ടിട്ടില്ല. വടുകപ്പുളി, ഗണപതി നാരങ്ങ പോലെയുള്ള വൈൽഡ് ലെമൺസ് എന്ന് പറയും, അതുകൊണ്ട് ഉണ്ടാക്കുന്ന അച്ചാറുകൾ പണ്ടൊക്കെ ധാരാളമായിട്ട് കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ടോ എന്ന് അറിയില്ല. ഇന്ന് അങ്ങനെയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വടുകപ്പുളി കൊണ്ടുള്ള ഒരു പിക്കിൾ. ഇത് ശരിക്കും ഇന്ന് ഉണ്ടാക്കുന്നത് ആന്ധ്രയുടെയും കേരളത്തിന്റെ ഒരു മിക്സ് ആയിട്ട്, ഒരു ബ്ലെൻഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. കയ്പ് നാരങ്ങ പച്ചടി. പച്ചടിന്ന് ആന്ധ്രയിലേക്ക് പിക്കിളിന് പറയുന്ന പേരാണ് കേട്ടോ. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് ആദ്യം നോക്കാം. എനിക്ക് കിട്ടിയിട്ടുള്ളത് വടുകപ്പുളിയാണ് കേട്ടോ. ഇത് എൻ്റെ വല്യമ്മ ലക്ഷ്മിക്കുട്ടി എന്നാണ് പേര്. ലക്ഷ്മിക്കുട്ടി അമ്മ തന്നതാണ്. തന്നതല്ല, ചോദിച്ച് വാങ്ങിച്ചതാണ്. എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ അമ്മയുടെ വീട്ടിൽ, വയനാടാണ്, അവിടെ ഈ ചെടിയുണ്ട്, അതിൽ കായ്കൾ ഉണ്ടാകുന്നുണ്ട്. അന്നൊന്നും ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല. ഇപ്പം കുറച്ചു കാലമായി ഇങ്ങനെ കുക്കിങ്ങിൽ ഇങ്ങനെ കളിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ആഗ്രഹം തോന്നാറുണ്ട്. വടുകപ്പുളി, ഗണപതി നാരങ്ങയൊക്കെ കിട്ടിയാൽ നല്ലതായിരുന്നു. മുള്ളൊന്നും കൊള്ളാതെ ഇതെനിക്ക് പറിച്ച് കയ്യിലേക്ക് തന്നത് ഏട്ടൻ്റെ മോനാണ്. അവന് താങ്ക്സ്. അപ്പം വല്യമ്മ പറിച്ച് കയ്യിലേക്ക് തരുമ്പോൾ വല്യമ്മ പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു, ഇത് ഒരു 3-4 ദിവസം വെച്ചിട്ട് അച്ചാറുണ്ടാക്കിയാൽ മതിയെന്ന്. 3-4 ദിവസം വെച്ചപ്പോഴേക്കും പച്ച കളറെല്ലാം പോയി നല്ല യെല്ലോ കളറായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും കയ്പ് കുറയുമായിരിക്കും. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി 1 സെന്റിമീറ്റർ കനത്തിൽ ഞാൻ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് കുറച്ച് നല്ലോണം എണ്ണയിൽ വാടുമ്പോൾ അതൊക്കെ കയ്പ് പോവാൻ സഹായമാകും. 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 100 ഗ്രാം പുളിയാണ്. 100 ഗ്രാം പുളിയിലേക്ക് 100 ml വെള്ളം, തിളച്ച വെള്ളം ചേർത്ത് കുതിർത്ത് വെച്ച് അരച്ചെടുത്തതാണ് ഇത്. കുരു മാത്രം മാറ്റിയിട്ടുണ്ട്. മധുരത്തിന് വേണ്ടി ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു 100-120 ഗ്രാം വരെ എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 100 ഗ്രാം ആണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടുള്ള പുളിക്ക് ഒരു ചെറിയ രീതിയിൽ മധുരം ഉണ്ടായിരുന്നു. മധുരം ഓവർ പവർ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. ഓവറായിട്ട് അങ്ങ് അരയണ്ട, ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് വെളുത്തുള്ളിയും 1/4 കപ്പ് പച്ചമുളകുമാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കാന്താരി മുളകാണ്. വെളുത്തുള്ളിയുടെ തോല് മുഴുവനായിട്ടും കളഞ്ഞിട്ടുണ്ട്. കാന്താരി ഒന്ന് ഇടിച്ചു കൊടുത്തിട്ടുണ്ട്, എരിവൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. താളിക്കാൻ വേണ്ടി ഒരു 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു 10-15 ഇല കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഓയിൽ നല്ലെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കടുക് 1 ടേബിൾ സ്പൂൺ. ഇനി ഇത് വേഗം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ നമ്മൾ 2 മുതൽ 3 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉലുവയിൽ 1 ടീസ്പൂൺ മാത്രം ബാക്കി ഉള്ള എല്ലാ ഉലുവയും ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഒരു വെള്ളമൊന്നും ഇല്ലാത്ത ഒരു തണിഞ്ഞ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ചെറുതായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഒന്ന് ക്രിസ്പ് ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതായിപ്പോൾ ഉലുവയൊക്കെ നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്.
കറിവേപ്പില ഒന്ന് പൊടിച്ചാൽ പൊടിയുന്ന പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഉലുവയും കറിവേപ്പിലയൊക്കെ മാറ്റി അതിലുള്ള എണ്ണ മാത്രം ബാക്കി വെച്ച് അതേ പാൻ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ മാറ്റി വെച്ച 1/2 ടീസ്പൂൺ ഉലുവ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ കടുകും കൂടി ചേർക്കാണ്. കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ തുടങ്ങാം. ഇതിപ്പോ ആദ്യം നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. ഒരു 4-5 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മൾ പിന്നെ ചേർക്കുന്നുള്ളൂ. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്, നാരങ്ങ, കയ്പ നാരങ്ങ. അത് മുഴുവനായിട്ടും ചേർക്കണം കേട്ടോ. ഇപ്പൊ ഇത്രയും നേരം കടുക് പൊട്ടുന്നത് മുതൽ ഇത്ര നമ്മൾ വെളുത്തുള്ളി, മുളക് അതൊക്കെ ഇടുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. ചൂടായി കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്കിട്ട് കടുകും ബാക്കി ഉള്ള വെളുത്തുള്ളി വരെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നാരങ്ങ നമ്മൾ ഇടുന്നതിന് മുന്നേ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആക്കി വെക്കണം. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ എണ്ണയിൽ കിടന്ന് നല്ലോണം വഴണ്ടിട്ടാണ് ഈ നാരങ്ങയുടെ കയ്പ്പ് ഒക്കെ പ്രധാനമായിട്ട് കുറയുന്നതിൻ്റെ ഒരു വഴി. അപ്പോൾ അത് എന്തായാലും മീഡിയം ടു, ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്നത് ഹൈ ഫ്ലെയിമിൻ്റെ തൊട്ട് താഴെയാണ്. വലിയ വ്യത്യാസം ഇല്ല എന്ന് തന്നെ പറയാം. ഏകദേശം 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ അത് നിങ്ങൾക്ക് നാരങ്ങേൻ്റെ ആ പാകം നോക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. 1 മിനിറ്റ് വരെ നല്ലോണം എണ്ണയിൽ കിടന്ന് ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കിടന്ന് നല്ലോണം വഴറ്റണം. ഇതാ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നമ്മുടെ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി, ഞാൻ എടുത്ത് വെച്ചുള്ള കാന്താരി മുളക് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ എരിവൊക്കെ ചേർന്നിട്ട് എരിവൊക്കെ നല്ലോണം ഇറങ്ങട്ടെ. ഇപ്പം നമ്മൾ ആദ്യം മുതൽ തന്നെ നമ്മൾ ചെറിയ തീയിലിട്ടാണ് നമ്മൾ വാട്ടിയെടുക്കുന്നതെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഉള്ളിലുള്ള നീരൊക്കെ, നാരങ്ങയുടെ ഉള്ളിലുള്ള നീരൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ശരിക്കും വാടില്ല, അതിൻ്റെ തോല് ഭാഗം മറ്റു ഭാഗങ്ങളൊന്നും ശരിക്കും വാടില്ല. അപ്പോൾ കയ്പ്പ് ശരിക്കും പോവില്ല. 1 മിനിറ്റ് വരെ നല്ലോണം എണ്ണയിലിട്ട് വാട്ടിയിട്ട് പിന്നെ ചെറിയ തീയിലിട്ട് വാട്ടിയാൽ കുഴപ്പമില്ല. 1 മിനിറ്റ് ഞാൻ പറഞ്ഞ ഏകദേശം സമയമാണ്. ഏകദേശം ഒന്ന് നല്ലോണം വാടിയും എണ്ണയിൽ കിടന്നൊന്ന് നല്ലോണം വാടിയും തോന്നിക്കഴിഞ്ഞാൽ ചെറിയ തീയിലേക്ക് ഇടാം. ഇതായപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. എണ്ണയൊക്കെ ചെറുതായി തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഓർമ്മയുണ്ടല്ലോ പുളിയിൽ എത്രയാ വെള്ളം നമ്മൾ ഓൾറെഡി ചേർത്തിരുന്നതെന്ന്. 100 ഗ്രാം പുളിക്ക് 100 ml തിളച്ച വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തത്. ഇപ്പം ഇതാ ഒരു 100 ml കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ഈന്തപ്പഴം ക്രഷ് ചെയ്തതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് നാരങ്ങ കറിയിലേക്ക് ചേർത്തെടുക്കാൻ. പക്ഷെ ടൈം എടുത്ത് നല്ലോണം ഇളക്കി ചേർത്ത് കൊടുക്കുക, എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെ കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ ചെറിയ തീയിലേക്ക് ഇടാം. ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ലൈറ്റ് എനിക്ക് ചെറുതായിട്ട് പണി തരുന്നുണ്ട്. ഇതിൽ കാണുന്ന കളറല്ല കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അതിൻ്റെ കളർ ശരിക്കും കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള കളറ്. മാത്രമല്ല ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയും തോറും ഇങ്ങനെ അതിൻ്റെ ബ്രൗൺ കളർ ഇങ്ങനെ കൂടി വരും. അതായത് പുളി ആയതുകൊണ്ട് അത് ഇരിക്കും തോറും കുറച്ച് ഡാർക്കായിട്ട് വരും. ഞാൻ ഈ അധികമായിട്ട് ചേർക്കുന്ന വെള്ളമൊക്കെ പുളി അരയ്ക്കുമ്പോഴും അതിന് ശേഷവും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ചിട്ട് ആദ്യം പുളിയുടെ കൂടെ തിളപ്പിച്ച് ചേർത്തു, പിന്നെ ചേർത്ത് കൊടുക്കുന്നതൊക്കെ ഒരു ഇളം ചൂടുവെള്ളമാണ് കേട്ടോ. ഇതിപ്പോൾ ഫൈനലി അതിൻ്റെ ടെക്സ്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 100 ml വെള്ളം കൂടെ തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കാൻ പോവാണ് കേട്ടോ ഞാൻ. വെള്ളം ചേർത്ത് നല്ലോണം ഇളക്കി 45 മുതൽ 60 സെക്കൻഡ് വരെ, ഏതാണ്ട് 1 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിച്ചിട്ട് ഇത് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം നല്ല മണമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ മണം ഒന്നുകൂടി ഹൈ ആക്കുന്ന ഒരു സാധനം കൂടി നമ്മളിപ്പോൾ ചേർക്കാൻ പോവാണ്. തുടക്കത്തിൽ നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്ത് വെച്ച ഉലുവയും കറിവേപ്പിലയും കൂടെ ഒരുമിച്ച് പൊടിച്ചിട്ട് ഞാനിത് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ വടുകപ്പുളി നാരങ്ങയും ഗണപതി നാരങ്ങയും തിരഞ്ഞ് നടക്കും, അതുപോലൊരു സ്മെല്ലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഉണ്ടാക്കി നോക്കണം എല്ലാവരും എന്തായാലും. ഇതിപ്പം അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ഒരു ചെറിയ സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഈ പിക്കിളിൻ്റെ പച്ചടിയുടെ കൺസിസ്റ്റൻസി. ഇത് പുറത്തേക്ക് വെച്ചിരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് കൺസിസ്റ്റൻസി കൂടും. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു കട്ടിയാവും. ഇപ്പോൾ നമ്മൾ ശരിക്കും ഫ്രഷ് ആയിട്ട് എടുക്കേണ്ട ഒരു കൺസിസ്റ്റൻസി ഇതാണ്. എരിവും പുളിയും മധുരവും ഒക്കെ നന്നായിട്ടുണ്ട്. മധുരം നന്നായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഒരു ചെറിയ അളവിൽ ചേർക്കാൻ പോകുന്നത്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാനായിട്ട്. അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടുള്ള ആ ചൂടിൽ മാത്രം കായപ്പൊടി ചേർത്താൽ മതി, അടുപ്പത്തേക്ക് ചേർക്കണ്ട. ഉപ്പ് ചേർക്കുന്നത് ആ വീഡിയോ വിട്ട് മിസ്സായി പോയതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് നമുക്കിതിലേക്ക് ആകെ വേണ്ടി വന്നത് കേട്ടോ. നമ്മുടെ കയ്പ്പ് നാരങ്ങ പച്ചടി പിക്കിൾ റെഡിയാണ്. ഒരു തണിഞ്ഞിട്ട് മാത്രം ഒരു വെള്ളമൊന്നും ഇല്ലാത്ത ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരു കുപ്പിയിലേക്ക്, പ്ലാസ്റ്റിക് അല്ലാത്ത എന്തെങ്കിലും കുപ്പിയിലേക്ക് നമുക്ക് നിറച്ച് വയ്ക്കാം. ഇപ്പം ഒന്ന് ചെറുതായിട്ട് പ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം. ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം ഒരു 5 മിനിറ്റ്സേ വരുന്നുള്ളൂ. കുക്കിംഗ് ടൈം 10 മിനിറ്റ്സ്. ആകെ കൂടെ ഒരു 15 മിനിറ്റ്സ് എടുക്കും. പക്ഷെ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ടൈം എടുത്തത് കേട്ടോ. പക്ഷെ ഉറപ്പ് തരുന്ന ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ല, അത്രയും ടേസ്റ്റാണ് അതിന്. പക്ഷെ സ്റ്റോറേജ് ടൈം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലെണ്ണ ആയതുകൊണ്ട് കുറച്ച് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് കാലം നിൽക്കും. 2 ആഴ്ച 3 ആഴ്ചയൊക്കെ നിൽക്കും വെളിച്ചെണ്ണ വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും. പിന്നെ ഉപ്പ് സാധാരണ ആന്ധ്ര പിക്കിളിലുള്ളതുപോലെ ഒരുപാട് ഇട്ടിട്ടില്ല. അവർക്ക് അവരുടെ ഒരു രീതിയാണ് ഉപ്പ് ഏറ്റിയിടുക എന്നുള്ളത്. അത് അവരുടെ ആ കാലാവസ്ഥയിൽ പിക്കിളിന് കുറച്ച് ഷെൽഫ് ലൈഫ് കിട്ടേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സാധാരണ ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചായിട്ട് ഉണ്ടാക്കുക ചെയ്യുക. ലോങ് ടൈം സ്റ്റോറേജ് ഞാൻ ചെയ്യാറില്ല. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് നല്ലതെന്ന് തോന്നുന്നു. ഈർപ്പം കൂടുതലുള്ള കാലാവസ്ഥയാണ് നമ്മുടെ. അപ്പം ഉണ്ടാക്കി നോക്കുക.
വേഗം തീരും കേട്ടോ, അത്രയും ടേസ്റ്റാണ് അതിന്. ഉണ്ടാക്കി നോക്കിയിട്ട് പറയൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റിലിടണേ. വീഡിയോയ്ക്ക് നീളം കൂടിപ്പോയത് കൊണ്ട് കുറച്ച് ഭാഗം എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരുടെയും ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം വേണം. അപ്പോൾ ബൈ. ഹാപ്പി ആൻഡ് ഹെൽത്തി ഫുഡ്.